ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾ, മലയാളികളായ 2 കന്യാസ്ത്രീകൾ 5-ാം ദിവസവും ജയിലിൽ തുടരുകയാണ്. അവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഉം. ആ, എന്താണ് സാർ അവിടെ ഛത്തീസ്ഗഡിൽ സഭയും ഈ കേരളത്തിലെ സഭാ നേതൃത്വങ്ങളും പറയുന്നു അവർ നിരപരാധികളാണ്, അവിടെ മതപരിവർത്തന ശ്രമം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്താണ് ഈ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത്? എന്താണ് ഇതിൻ്റെ പുറകിൽ? എന്തെങ്കിലും വലിയ ഗൂഢാലോചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതിയോ ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? തീർച്ചയായിട്ടും അത് സംശയിക്കണം. കാരണം ക്രിസ്ത്യൻ മേഖലകളിലേക്ക്, അത് കേരളത്തിൽ മാത്രമല്ല, പൂർവ്വ ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ ഗോവ പോലുള്ള പശ്ചിമ ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്കും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ട് BJP അതിൻ്റെ ഫുട് പ്രിൻറ്റ്, പദമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അത് ശക്തിയായിട്ട് തന്നെ, ഒരു മനോവികാരമായിട്ട് തന്നെ, ഒരു കാറ്റായിട്ട് തന്നെ ആഞ്ഞു വീശുന്നുണ്ട്. ഇതൊരു കൊടുങ്കാറ്റായിട്ട്, ഒരു പ്രചണ്ഡവാദമായിട്ട് ആഞ്ഞു വീശിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിനെയാണ്. ഇതിൻ്റെ പേരിൽ ഇത് തകർക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് തീർച്ചയായിട്ടും തിരക്കഥ എഴുതിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആവണം. അദ്ദേഹം ശരിക്കും ഒരു കാത്തലിക്കായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ശരിക്കും കാത്തലിക്കാണോ എന്നുള്ളത് സംശയാസ്പദമാണ്. അദ്ദേഹത്തിൻ്റെ പൗരത്വം, അദ്ദേഹം ഇന്ത്യൻ പൗരനാണോ എന്ന് പോലും ഇപ്പോൾ സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ, അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൗരത്വം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മതം, ഈ കാര്യങ്ങളുമായിട്ടുള്ള അഫിലിയേഷനൊക്കെ വളരെ വളരെ സംശയാസ്പദമാണ്. ആ കുടുംബത്തിൻ്റെ തന്നെ മറ്റ് ED നടത്തുന്ന കാര്യങ്ങളുടെ സംശയാസ്പദാവസ്ഥ അവിടെ ഇരിക്കട്ടെ, ഇതെല്ലാം രാഹുൽ ഗാന്ധി സംശയകരമായിട്ടുള്ള. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ ജനയു ധരിച്ച, അതായത് പൂണൂൽ ധരിച്ച ബ്രാഹ്മണനാണ് എന്നാണ്. എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ബ്രാഹ്മണനും അങ്ങനെ പറയാറില്ലല്ലോ. EMS നമ്പൂതിരിപ്പാട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറയുന്നത് എന്തുകൊണ്ടാണ്? താനതല്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു സ്ക്രിപ്റ്റാണത്, ഒരു സ്ക്രിപ്റ്റാണ്, ഇങ്ങനെ സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലൊരു സ്ക്രിപ്റ്റാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാർ, അവിടെ ആ ചതി എന്ന് ഞാൻ ഉപയോഗിക്കാൻ കാര്യം, അവിടെ ഒരു പ്രശ്നമുണ്ട്, സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. ഈ വിഷയം ഉണ്ടാകുന്നു, ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, പോലീസ് വരുന്നു, കേസെടുക്കുന്നു, കാര്യങ്ങളൊക്കെ അങ്ങനെ നിയമപരമായിട്ടുള്ളത് മുന്നോട്ട് പോകുന്നു. അവരെ ആരും ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല ഈ കന്യാസ്ത്രീകളെ. നിയമപരമായ നടപടികളാണ്. പക്ഷേ വളരെ പെട്ടെന്ന് അവിടെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ, ഈ കേരളത്തിൽ നിന്നുള്ള ഇടത് MP-മാർ ഒക്കെ അവിടെ ഓടിയെത്തുകയാണ്. ഇവർക്ക്, അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന വാർത്ത പുറം ലോകത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ MP-മാർ തലങ്ങും വിലങ്ങും പ്രസ്താവനകൾ വരുന്നു. അവർ വളരെ വേഗത്തിൽ ഛത്തീസ്ഗഡിൽ എത്തുന്നു. അതാണ് ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണോ കാര്യങ്ങൾ പോകുന്നത്? 100%. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പീഡനം എന്നൊരു വാക്ക് ഉപയോഗിച്ചല്ലോ, അതുകൊണ്ട് ഞാനൊരല്പം ഇതിൽ നിന്ന് ആനുഷംഗികമായിട്ട് പറയുകയാണ്. അതായത് ഈ പീഡനം നടത്തിയിട്ടുള്ളത് ഹിന്ദുക്കളൊന്നുമല്ല അവർക്ക് നേർക്ക്. അത് നമ്മുടെ താങ്കൾക്ക് അറിയാവുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ നിന്ന് രക്ഷിക്കാൻ എന്തൊരു വെപ്രാളമായിരുന്നു സഭയ്ക്കന്ന്. അതുപോലെ തന്നെ ഫാദർ പൂതൃക്കയിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരു വൈദികനുമുണ്ട്. ഇവരൊക്കെയാണ് സിസ്റ്റർ സെഫി അഭയ കേസിൽ അവരെ മർദ്ദിക്കുന്നതിനും ആത്യന്തികമായിട്ട് കൊല്ലുന്നതിനും കിണറ്റിൽ തള്ളുന്നതിനും, ചാക്കിലാക്കി കിണറ്റിൽ തള്ളുന്നതിനും നേതൃത്വം വഹിച്ചത്. പിന്നെ അതിനു മുമ്പ് ചിങ്ങവനം, കോട്ടയത്ത് ചിങ്ങവനം കുറിച്ചി എന്ന് പറയുന്ന പ്രദേശത്തെ സജീവോത്തമപുരം, അവിടുത്തെ ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഇതുപോലൊരു ബലാത്സംഗം നടന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കിണറ്റിൽ മുക്കി. അത് രവിയച്ചൻ എന്ന് പറയുന്ന ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട വൈദികനാണ്. ഹിന്ദുക്കളാരുമല്ല അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പീഡനം എന്നുള്ള വാക്ക് ഒരിക്കലും ഹിന്ദുക്കൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യമല്ല, ഹിന്ദുക്കൾ ചെയ്യുന്നില്ലെന്നല്ല. ഛത്തീസ്ഗഡ് ഇപ്പോൾ സമാധാനവും സ്നേഹവും മത മൈത്രിയും മാണ്ഡ്യയുടെ മണി മുഴങ്ങുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ആകെയുള്ള ഒരു ഭീഷണി എന്ന് പറയുന്നത് നക്സലിസമാണ്. അതിൻ്റെ ബാധ അടുത്ത 6 മാസങ്ങൾക്കുള്ളിൽ ഇല്ലാതാവും. 99% ഈ ചുവപ്പ് കോറിഡോർ, ബസ്തർ മേഖലയിലേക്ക് അങ്ങ് ബസ്തർ മേഖല എന്ന് പറയുന്ന സ്ഥലം, അവിടെപ്പെട്ട നാരായൺപൂർ എന്ന് പറയുന്നത് ഇതിൻ്റെ ദുർഗമാണ്, രാവണൻ കോട്ടയാണ്. ഒരൊറ്റ മനുഷ്യന് പോലും പകൽ പോലും കടന്നു സർക്കാർ സംവിധാനങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. കടന്നു ചെല്ലാനാവാത്ത അത്ര വലിയ ഭീകരാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലം അറിയുമോ? അവിടെ ഒരൊറ്റ സർക്കാർ സ്ഥാപനം പോലും പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? സർക്കാർ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവനോട് പോരാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ ഒരു കോട്ടയാണ് ഇവിടെ. അവിടെയാണ് സാർ ഈ സംശയാസ്പദം ആയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇങ്ങനെയുള്ള ഒരു നക്സൽ ബാധിത പ്രദേശത്ത് പുറത്തുനിന്ന് അവിടെ ഒരു പോലീസ് വാഹനത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പോലീസുകാർക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ വില്ലേജ് ഓഫീസർക്കോ തഹസീൽദാർക്കോ ജില്ലാ കളക്ടർക്ക് പോലും അവിടെ പ്രവേശനം വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ 2 കന്യാസ്ത്രീകൾ കടന്നു വരുന്നതും ഈ പറയുന്നത് പോലെ പെൺകുട്ടികളെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നതും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ സംശയാസ്പദം എന്ന വാക്ക് പറഞ്ഞത്. ഇതൊരു ചതി ഇതിൻ്റെ പുറകിൽ മണക്കുന്നുണ്ട് എന്ന് തുടക്കത്തിൽ ഞാൻ പറയാൻ കാര്യം അതാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നാരായൺപൂർ എന്ന് പറയുന്നത് നക്സൽ ബാധിതമാണ്. അടുത്ത 6 മാസത്തിനുള്ളിൽ അവിടുത്തെ ഭീകരവാദ പ്രവർത്തനങ്ങളെ, നക്സൽ ഭീകരതയെ ഇല്ലാതാക്കാനുള്ള കടുത്ത യജ്ഞത്തിലാണ് പോലീസ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഓരോ ചലനവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അവിടുത്തെ ഛത്തീസ്ഗഡിലെ തന്നെ ആഭ്യന്തര വകുപ്പും കൃഷ്ണസായി സാഹു, വിഷ്ണുദേവ് സാഹി, യെസ്, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വിവരം അറിയും, ആഭ്യന്തര മന്ത്രി അമിത്ഷാ അവിടുത്തെ സുരക്ഷിതത്വം നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഇങ്ങനൊരു വീഴ്ച ഉണ്ടായതുകൊണ്ടാണല്ലോ. അല്ല, അത് ടൈം ബൗണ്ട് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. കാരണം 2026 മാർച്ച് 31 മുമ്പ് ഇന്ത്യ ഈ മാവോയിസ്റ്റ് മുക്ത, നക്സൽ മുക്ത രാഷ്ട്രമായി മാറണം എന്നുള്ള കണ്ടീഷനാണ്, ടാർഗറ്റ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. പഹൽഗാമിലെ ഭീകരവാദത്തിന് ഉത്തരവാദി ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് നമുക്കൊക്കെ വ്യക്തമായിട്ടില്ലേ? അതുപോലെ ഈ സുരക്ഷയിൽ ഒരു പാളിച്ച പോലും വരുത്താൻ ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള വിഷ്ണുദേവ് സായ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ്. അതുകൊണ്ട് അദ്ദേഹം കേണപേക്ഷിച്ചു, നിങ്ങളിതിൽ വർഗീയത കലർത്തല്ലേ, രാഷ്ട്രീയം കലർത്തല്ലേ, ഇതൊരു സാധാരണ നിയമ നടപടിക്രമമാണ്, നിയമവാഴ്ച ഇപ്പോഴുള്ള സംസ്ഥാനമാണ്, നേരത്തെ ഇല്ലായിരുന്നു സംസ്ഥാനമാണ്. അതിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നിങ്ങൾ കയറി ഇടപെടല്ലേ, നിയമം അതിൻ്റെ വഴിക്ക് പോവും. ഇതല്ലേ എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ആരാണ്? ഈ സ്ക്രിപ്റ്റ് ചമച്ചവർ, ഈ നാടകം കളിക്കുന്നവർ. ആ നാടകങ്ങളാണ് ഇന്ന് നാട് നീളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നാടകങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീഴും. മോദി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തലക്കെട്ടുകൾ സൃഷ്ടിക്കാൻ കഴിയും, പക്ഷെ ജനഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ഈ രാജ്ഭവൻ്റെ മുമ്പിലിരുന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ആൾക്കാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ചുത്തരം പറയണം. മലപ്പുറത്ത് പോയി നിങ്ങൾക്കൊരു മതപരിവർത്തനം നടത്താൻ കഴിയുമോ? ഇതുപോലൊരു മിഷനറി പ്രവർത്തനം നടത്താൻ കഴിയുമോ? നൈജീരിയയിൽ, ഉഗാണ്ടയിൽ, ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി നിങ്ങൾക്ക് ഇതുപോലെ നടത്താൻ കഴിയുമോ? എല്ലാ രാജ്യങ്ങളിലുമല്ല, ഒരു പ്രത്യേക ന്യൂനപക്ഷമുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് നടത്താൻ പലസ്തീനിൽ കഴിയുമോ? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും, നൈജീരിയയിൽ 25 ക്രൈസ്തവരെയാണ് കൊന്നത്, IS കൊന്നത്. അതിൻ്റെ കൂടി ഒരു പ്രതിഷേധം അതിൻ്റെ മുമ്പിൽ നിങ്ങൾ പ്രകടിപ്പിക്കുമോ? കോങ്കോയിൽ ഒരു പള്ളിയിൽ സ്ഫോടനം നടന്നിട്ട് 48 പേര് മരിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. 48 പേര് കോങ്കോയിലെ 48 പേര്. നൈജീരിയയിൽ ബോക്കോ ഹറാം സ്ഥിരമായിട്ട് ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അതെ, അതിനും കൂടി ഒരു പ്രതിഷേധം ദയവായിട്ട് രാജ്ഭവന്റെ മുമ്പിലിരുന്ന് നടത്തണേ. ഇന്നലെ കെവിൻ പീറ്റർ എന്ന് പറയുന്ന കാസാപ്പ് നേതാവ് തന്നെ പറഞ്ഞു, ഇത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ ബലപ്പെട്ടു വരുന്ന വർഗീയ സൗഹാർദ്ദം, മതപരമായ സൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഇരകളാവരുത്, അതിന് തലവെച്ചു കൊടുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറം ഒന്നും പറയില്ല. മോദി പറഞ്ഞതുപോലെ നമുക്ക് അധികാരം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ രാഷ്ട്രത്തോടുള്ള കടമ ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും. ആ കടമയുടെ ഭാഗം കൂടിയാണിത്. ഇതിൽ സിസ്റ്റർമാർ നിരപരാധികളാണെങ്കിൽ ഇന്ന് റായ്പൂരിൽ, നമ്മളിപ്പോൾ പറയുമ്പോൾ റായ്പൂരിൽ നടക്കുന്ന ആ ഒരു വിചാരണയിൽ അവർക്ക് ജാമ്യം അനുവദിച്ചു കൊടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം അവർ ആരോ ഇതിൻ്റെ കുറ്റവാളി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കാർ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.